കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേകം മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തിക്കാൻ ആധാരമായ ദൈവവചനം ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം 12 മുതലുള്ള വചനഭാഗം. അവൻ ഒരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ യേശുവിനെ കണ്ട് കവിഴ്ന്നു വീണ്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് അവനോട് അപേക്ഷിച്ചു. പ്രിയമുള്ളവരെ, കുഷ്ഠരോഗികൾ ഒരിക്കലും ജനത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരികയില്ല. എന്നാൽ ഇവിടുത്തെ കുഷ്ഠരോഗി യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ബൈബിൾ പറയുകയാണ്, അവന്റെ ശ്രുതി എല്ലായിടത്തും കടന്നു പോകാൻ ഇടവന്നു. എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി, യേശു ദൈവമാണ്. കാരണം യേശുവിന്റെ അടുക്കൽ വന്ന് ഒരാൾ കമിഴ്ന്ന് വീണുകൊണ്ടാണ് പറയുന്നത്, എന്നെ ശുദ്ധനാക്കാൻ അങ്ങേക്ക് കഴിയും. യേശു അടുത്ത വചനഭാഗം ഇങ്ങനെയാ പറയുന്നത്, യേശു കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകുക എന്ന് യേശു പറഞ്ഞ പാടെ അവന്റെ അശുദ്ധി മുഴുവൻ അവനിൽ നിന്ന് നീങ്ങിപ്പോകുന്നത് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ രോഗമാണോ, വലിയ പ്രശ്നമാണോ, വലിയ ബന്ധനമാണോ, ഒന്ന് അവന്റെ മുമ്പിൽ പറയാമോ? കർത്താവേ, അങ്ങേക്ക് എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഈ ലോകത്തിൽ ആർക്കും കഴിയല. ഏതെങ്കിലും ഈ ലോക പാപബന്ധനങ്ങളിലാണെങ്കിൽ അതിൽ നിന്ന് എന്നെ വിടുവിക്കാൻ ആർക്കും കഴിയില്ല. രോഗത്തിന്റെ ബന്ധനമാണെങ്കിൽ വൈദ്യശാസ്ത്രം നോക്കി പരാജയം അനുഭവിക്കുന്നെങ്കിൽ ഇവിടെ കർത്താവ് പറയാണ്, നീ എന്നെ ഒന്ന് വിളിച്ചേ, എന്റെ അടുക്കലൊന്ന് വന്നേ. യേശു പറയാണ്, യേശു കൈനീട്ടി അവനെ തൊട്ടു. യേശുവിന്റെ അടുക്കൽ വരുന്ന ആരെയും യേശു വെറുതെ വിടിയില്ല. അതിന്റെ താഴോട്ട് പറയാണ്, യേശു അവനോട്, ഇത് ആരോടും പറയരുത്, എന്നാൽ പോയി നിന്നെ തന്നെ നീ പുരോഹിതന് കാണിച്ചു കൊടുക്കണം. നീ ആദ്യം ചെയ്യേണ്ടത് നീ നിന്നെ തന്നെ സാക്ഷ്യപ്പെടുത്തണം. നിനക്കൊരു സൗഖ്യം കിട്ടിയെങ്കിൽ നീ ആ സൗഖ്യം വെച്ചോണ്ടിരിക്കരുത്. നീ ആദ്യം പോയി നീ സാക്ഷ്യപ്പെടുത്തണം. നിനക്ക് വേണ്ടി ആര് പ്രാർത്ഥിച്ചോ, നീ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പ്രവർത്തിച്ച കാര്യങ്ങൾ നീ പറയണം. കാരണം കിട്ടിയ സൗഖ്യത്തെ മറച്ചു വെക്കരുതെന്ന് കർത്താവ് പറയുകയാണ്. എന്നിട്ട് കർത്താവ് വീണ്ടും പറയുകയാണ്, നീ അവർ കൽപ്പിച്ചതുപോലെ നീ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. നീ എന്താണ് ശുദ്ധീകരണ കാര്യങ്ങൾ? നീ നിന്നെ തന്നെ കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു സൗഖ്യം കിട്ടി പിന്നോട്ട് പോകാനല്ല, സൗഖ്യം കിട്ടിയയാള് നിന്നെ തന്നെ ശുദ്ധീകരിച്ച് കർത്താവിനെ രക്ഷിതാവും നാഥനും ചക്രവർത്തിയായി സ്വീകരിച്ചുകൊണ്ട് അവനോടുകൂടെ ജീവിക്കണം. ഈ ഒരു ജീവിതം നമുക്കുണ്ടാകണമെന്നാണ് യേശു നമ്മോട് പറയുന്നത്. എന്നിട്ടോ അതിന് താഴോട്ട് നോക്കിക്കേ, എന്നാൽ അവനെ കുറിച്ചുള്ള വാർത്ത അധികം വ്യാപിച്ചതേയുള്ളൂ. വളരെ പുരുഷാരം അവന്റെ വചനം കേൾക്കേണ്ടതിന് തങ്ങളുടെ യാതികൾ സൗഖ്യം കിട്ടേണ്ടതിനും കൂടി അവന്റെ അടുക്കൽ വന്നു. കണ്ടോ, ഒരു രോഗമല്ല, വ്യാധികള് സൗഖ്യപ്പെടുത്തുന്ന ഒരു കർത്താവ് അവന്റെ വചനം കേൾക്കാൻ വേണ്ടി. സൗഖ്യപ്പെട്ട് കഴിഞ്ഞ് വീട്ടിലിരിക്കരുത് പ്രിയമുള്ളവരെ. നമുക്കൊരു വിടുതൽ കിട്ടിയിട്ട് വീട്ടിലിരിക്കരുത്. സാക്ഷ്യം പറയണം, കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെടണം, കർത്താവിന്റെ വചനം കേൾക്കാൻ വേണ്ടി പോകണം. എന്തിനാ? അത് നിത്യജീവന്റെ വചനമാ. അത് കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ അകത്ത് ജീവൻ വരും. ഈ ജീവന്റെ ആത്മാവ് കൊണ്ട് നമ്മൾ നിറയപ്പെടും. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.